ഒരു 4 ആഴ്ച മുന്നേ വന്നിട്ടുള്ള അടിപൊളി ഐറ്റംസ് ആയിരുന്നു ബനിയൻ ക്ലോത്തിൻ്റെ കഫ്താൻ നൈറ്റീസ്. ഇത് സ്റ്റിച്ചഡാണ്, മെറ്റീരിയൽ അല്ല. അപ്പോൾ ഇത് അന്ന് 60-70 പീസായിരുന്നു എടുത്തിരുന്നത്. അത് ആ ദിവസം തന്നെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. 10 പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 185, അതല്ലാന്നുണ്ടെങ്കിൽ 220. അതാണ് ഇതിൻ്റെ റേറ്റ്. നിങ്ങൾക്ക് 250, 260 ആ റേറ്റിലൊക്കെ കൊടുക്കുക. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വേഗം ഇതിൽ കാണുന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളി. ബനിയൻ ക്ലോത്താണെന്ന് വെച്ചിട്ട് അത്ര ടഫുള്ള ക്ലോത്തല്ല, കുറച്ചൊരു ലൈറ്റായിട്ടുള്ള ക്ലോത്താണ്. നല്ല കട്ടിയൊന്നുമില്ല, നമുക്ക് ചൂടായാലും തണുപ്പായാലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വന്നിട്ട് അതുപോലെ കോളേജ് പിള്ളേർക്ക് ടീച്ചേഴ്സിന് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുക. പറയാതിരിക്കാൻ വയ്യ, ഇത്തന്മാർക്ക് വീട്ടിൽ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫാണ്. നൈറ്റ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ കുറച്ച് മക്കളൊക്കെ ഉള്ള ചെറിയ ഫാമിലിയൊക്കെ ആണെങ്കിൽ വീട്ടിൽ ഉമ്മമാർ ഉപ്പമാർ അങ്ങനെയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടാവില്ല. ഇതിങ്ങനെ അടിഭാഗത്ത് ഇങ്ങനെ ഓപ്പണൊക്കെ ആയിട്ട് നല്ലൊരു ട്രെൻഡായിട്ടുള്ള നൈറ്റിയും കൂടിയാണ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? നിങ്ങളിതെല്ലാവരും പഠിച്ചുണ്ടാക്കി നിങ്ങൾ നിർത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓരോരുത്തർ നിർത്തിയതല്ല, അതിൻ്റെ ഇടയിൽ മെറ്റീരിയലൊക്കെ കൊണ്ടുവന്നിരുന്നു. ഞാൻ സ്റ്റാറ്റസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ ഇടാനൊരു ടൈം കിട്ടിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഉപ്പക്കൊരു അസുഖമായി, പിന്നെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു, അതിൻ്റെ തിരക്കിലായി. പിന്നെ കുറച്ച് കല്യാണങ്ങൾ ഉണ്ടായിരുന്നു, അതിൻ്റെ ഡ്രസ് കോഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഓരോരോ വയ്യായിട്ട് ബിസി ആയിപ്പോയി. എന്നാലും ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിരുന്ന്. നമ്മൾ യൂട്യൂബിൽ ഇടുമ്പോൾ പിന്നെ അതിനനുസരിച്ച് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറി നിൽക്കാനുള്ളത് വേണം. 6 മോഡൽസിലാണ് ഇതുള്ളത്. ഇതിലെല്ലാത്തിലും 3 കളേഴ്സുകൾ വെച്ചിട്ടുണ്ട്. ഇതിപ്പം 150 പീസുകളുണ്ട്. ഞാൻ ഇതിൽ വെക്കാൻ പറ്റിയിട്ടില്ല, ഓരോന്നായിട്ട് നിർത്തി കാണിക്കാനും ടൈമില്ല. അപ്പോൾ അജ്രക്കിൻ്റെ ക്ലോത്തുകൾ അതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് പഴയ മോഡലിലുള്ള കുറച്ച് പീസുകൾ മാത്രം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം വീണ്ടും ചോദിച്ചോറുണ്ടായിരുന്നു. അപ്പോൾ ആരാണെന്ന് ഫോണ് കുറച്ച് പേര് ഇത് കിട്ടിയാൽ മെസ്സേജ് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ പറയണോലോടൊക്കെ ഞാൻ ആദ്യം തന്നെ സോറി പറയണേ. നമ്മൾ പറയും താത്ത ജാടടിക്കണം അത് ഇതെന്നൊന്നും പറയരുത്. എന്താ വെച്ചാൽ ഇടക്കിടക്ക് എൻ്റെ മോൾക്കൊരു പരിപാടി ഉണ്ട്, എനിക്കൊരു കാന്താരി മുളകുണ്ട്. ചിലപ്പോൾ ഒരു വാശി ഇളകിയാൽ പിന്നെ ഇളകിക്കൊണ്ടു. ഇപ്പോൾ അങ്ങനെ ആ ടൈമിൽ ഓളെടുത്ത് ഫോൺ കൊടുത്താൽ പിന്നെ ഓളെന്ന് ഒരു ഫോർമാറ്റോ ക്ലിയർ ചാറ്റ് അടിക്കാതെ ഓൾ ഫോൺ കയ്യിൽ നിന്ന് തരലില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ പിന്നെ ഇനിയിപ്പോൾ അതൊന്നും ചെയ്തില്ലെങ്കിലും ഇങ്ങനെ ഓരോരോ വീഡിയോ ഇടുമ്പോൾ അതിൽ നമ്പർ കൊടുക്കുമ്പോൾ അങ്ങനെ ഓരോരുത്തർ മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ മെസ്സേജുകൾ അങ്ങനെ താഴേക്ക് ആയിട്ട് പോകും. അപ്പോൾ അതിൻ്റെ നോട്ടി കാണൂല. അങ്ങനെയൊക്കെ ആയിട്ട് മെസ്സേജ് ശ്രദ്ധിക്കാതെ വരണ്ടാണ്. നിങ്ങൾ ഈ വാട്സപ്പ് നമ്പർ കൊടുക്കും, എന്നിട്ട് പിന്നെ അതിന് റിപ്ലൈ തരൂല എന്നൊക്കെയുള്ള കംപ്ലൈൻറ്റ്. അതുപോലെ നിങ്ങളോട് ഞാൻ ഫോട്ടോ ഇട്ടുതരാൻ പറഞ്ഞില്ലേ, എന്നിട്ട് നിങ്ങൾ ഇടാത്തത് എന്ന് ചോദിക്കണവർക്കുള്ള മറുപടിയാണ്. പിന്നെ നിങ്ങൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാതെ, അപ്പോൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ പിന്നെ ആ ഗ്രൂപ്പ് ഉണ്ടാക്കി നിൽക്കുമ്പോൾ ആ ഗ്രൂപ്പിൻ്റെ എല്ലാ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. അപ്പോൾ അത് പ്രത്യേകിച്ച് ഓൺലൈനിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ആകുമ്പം അവിടെ ഉള്ളവരാണ് എന്താണ് ഏതാണെന്നൊന്നും അറിയാതെ നമ്മളൊരു ഗ്രൂപ്പിലാക്കിയിടും. പിന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ നൂലാമാലകൾ നമ്മൾ നോക്കണം. വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ല എന്നല്ല, ഗ്രൂപ്പ് ഉണ്ട്. അതിന് ഞാൻ വേറൊരു ഫോൺ ആക്കിയിട്ടുണ്ട്. ആ ഫോണിൽ നമ്മളെ ഡയറക്റ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് മാത്രമാണുള്ളത്, ഇവിടെ നാട്ടിൽ നിന്ന് നമുക്കുള്ള അങ്ങനെ ആൾക്കാർ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതും നമ്മളെ പാർട്ട്ണർമാരിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ പിന്നെ ആ ഭാഗത്തേക്ക് ഞാൻ നോക്കണ്ടേ. ഇത് ഞാൻ നോക്കുമ്പോൾ പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക, അതിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് നോക്കുക, അതിൽ വരുന്ന വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ വാട്സപ്പ് നമ്പറിൽ 92 078 15 205 അതാണ് എൻ്റെ വാട്സപ്പ് നമ്പറും കോൾ നമ്പറും. രണ്ടും സെയിം തന്നെയാണ്, കോൾ ചെയ്യേണ്ട, അതിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി. അപ്പോൾ ഞാൻ നോക്കിയിട്ട് റിപ്ലൈ ഇട്ടുകൊണ്ട്. പിന്നെ അതുപോലെ റീസെല്ലിങ്ങിനെ കുറിച്ച് ഞാൻ റീസെല്ല് ചെയ്യേണ്ട ആളല്ല, ഞാൻ ഹോൾസെയിലായിട്ട് മെറ്റീരിയൽസ് കൊടുക്കുന്ന ആളാണെന്നൊക്കെ ഞാൻ പിന്നത്തെ റീസെല്ലിങ്ങിനെ കുറിച്ച് വിശദീകരിക്കുന്ന വീഡിയോയിൽ ഇട്ടിട്ടിരുന്നത്. പക്ഷെ അതൊന്നും ചിലരൊന്നും കണ്ടിട്ടില്ല. കാരണം റീസെല്ലിങ്ങിനെ കുറിച്ച് പറയുന്ന വീഡിയോയിൽ 70K വ്യൂസ് ഉണ്ട്, മറ്റേതിൽ 15K വ്യൂസ് ഉള്ളൂ. അപ്പോൾ അത് കണ്ടവർ മുഴുവൻ ഇത് കണ്ടിട്ടില്ല. എന്നാലും ഞാൻ അതിൻ്റെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു കാര്യം. പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ ഇങ്ങനെ വിളിച്ചിട്ട് തെറി പറയലുണ്ട് റീസെല്ലിങ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റീസെല്ലിങ്ങിന് എനിക്ക് സമയമില്ലാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു മെറ്റീരിയൽ കൊണ്ടുവരുമ്പോൾ അത് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലിടും, യൂട്യൂബിലിടും. അപ്പോൾ വരുന്നവർക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഫോട്ടോസ് എടുക്കുമ്പോൾ ഒരു കെട്ട് 2 കെട്ടൊക്കെയാണ് ഓരോ മോഡൽ എടുക്കുക.
അപ്പോൾ ഒരു കെട്ടിൽ 30 പീസ് ഉണ്ടാവും. ഇഷ്ടപ്പെട്ടത് ഞാൻ 2 കെട്ട് 3 കെട്ടൊക്കെ എടുക്കും. അപ്പോൾ അത് അത്രയും ഇതിലിങ്ങനെ ഓരോരുത്തർ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആ പീസുകൾ ഉണ്ടാവില്ല. അപ്പോൾ ചിലത് കൊണ്ടുവരുന്ന ദിവസം തന്നെ ചില മോഡൽ അന്ന് തന്നെ തീരും. അപ്പോൾ ഈ റീസെല്ലിങ്ങേർക്ക് നമ്മൾ അയച്ചു കൊടുത്താൽ ഓല് 2 ദിവസം 3 ദിവസമൊക്കെ കഴിയുമ്പോഴാണ് റിപ്ലൈ തരിക. അപ്പോൾ ഞാൻ ഈ റീസെല്ലിങ് റെഡിയാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരാൾക്ക് ഫോട്ടോസ് അയച്ചു കൊടുത്തെന്ന് വെച്ചോ, അതിൻ്റെ ഇടയിൽ എൻ്റെ ഡയറക്റ്റുള്ള കസ്റ്റമേഴ്സ് ഇവിടെ സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർ സെലക്ട് ചെയ്ത് വരുമ്പോൾ സാധനം ഇല്ല എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ തന്നെ ചൂടാവും. അപ്പം അതിനൊരു അവസരം വേണ്ടാന്ന് വെച്ചിട്ടാണ് അതിന് ഞാനില്ല എന്ന് ഞാൻ പറയണ്ടേ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണം. റീസെല്ലിങ് എന്ന് പറഞ്ഞ ഒരു ബിസിനസ് സാധ്യത, നിങ്ങളെ കയ്യിൽ പൈസ ഇല്ലയെന്ന് വെച്ചിട്ട് നിങ്ങളൊന്നും ചെയ്യാതിരിക്കണ്ടെന്ന് വെച്ചിട്ട് പലരും ഈ ബിസിനസ്സിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കേണ്ടതാണ്, നിങ്ങൾ ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. പക്ഷേ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും വരുമാനമൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു സാധ്യത. അതുപോലെ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ ഈ ഒരു ബിസിനസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസും അതുപോലെ ചെറിയൊരു ഐഡിയയും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു വീഡിയോ ഞാനത് അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങൾ അത് ചെയ്യണം. കൂടെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. ഇത് പറയുമ്പോൾ എനിക്ക് ശരിയാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാറുണ്ട്, നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓലിട്ടാൽ ഞങ്ങളുടെ അടുത്ത് തുണി വാങ്ങണോലും നിങ്ങളുടെ അടുത്ത് വാങ്ങൂലേ എന്നാണ് ഇപ്പം ചിലവരെ ചോദ്യം. അതുകൊണ്ടത് പറയാനും വയ്യ. എന്തായാലും ഞമ്മക്കുള്ള ഞമ്മക്കും നിങ്ങൾക്കും പഠിച്ചോൻ തരും ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവരുടെയും ബിസിനസ്സും സക്സസ് ആവട്ടെ. താങ്ക്